35,000 പേര് ദിവസവും നോമ്പ് തുറക്കുന്ന അബുദാബി ഗ്രാൻഡ് മോസ്കിലെ ഇഫ്താറിന്റെ ഒരു സൈഡാണ് ഈ കാണുന്നത്. നോക്കിയേ, അവിടെ എല്ലാവരും ക്ലീൻ ചെയ്യാണ്. ഭക്ഷണം കഴിച്ച് നമ്മളങ്ങോട്ട് എണീച്ചു പോകും. പക്ഷെ ഈ 35,000 പേര് കഴിച്ച ഭക്ഷണം അത് റിമൂവ് ചെയ്യലും അത് ക്ലീൻ ആക്കലും പിറ്റേ ദിവസം അതേപോലെ തന്നെ കൊണ്ടുവന്ന് വെക്കുന്ന ഇവർക്കും വലിയൊരു ഹാറ്റ്സ് ഓഫ്. മാനത്ത് മാസപ്പിറവിയായിട്ടുള്ള ചന്ദ്രൻ കണ്ടു തുടങ്ങിയത് മുതൽ ഓരോ അബുദാബിക്കാരൻ കാത്തിരിക്കുന്ന ഒന്നാണ് ഷെയ്ഖ് സായദ് ഗ്രാൻഡ് മോസ്കിലെ നോമ്പുതറ എന്ന് പറയുന്നത്. ചെറിയൊരു സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞ് നമുക്ക് ഉള്ളിലോട്ട് കയറാം. പ്രായമായവർക്കും നടക്കാൻ പറ്റാത്തവർക്കായിട്ട് ഈ ഒരു ഗോൾഫ് ബഗ്ഗി ഉപയോഗിച്ച് ഇഫ്താറിന്റെ സൈഡിലോട്ട് പോവുന്നതാണ്. 10,000-നടുത്ത് പാർക്കിംഗ് സൗകര്യവും. ഇനി അബുദാബി ബസ് സ്റ്റേഷനിൽ നിന്നും ബസ് നമ്പർ 094 കയറി നിങ്ങൾക്ക് ഓരോ 30 മിനിറ്റിലും ഷെയ്ഖ് സായദ് ഗ്രാൻഡ് മോസ്കിൽ എത്താവുന്നതുമാണ്. പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ മുതിർന്നവനെന്നോ ചെറുപ്പക്കാരെന്നോ ജാതി മത ഭേദമന്യേ ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവരും നീണ്ട വരികളാൽ ഒന്നിച്ചിരുന്ന് ശാന്തമായ മനസ്സോടെ പ്രാർത്ഥനയോടെ ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ പള്ളിയിലിരുന്ന് 35,000 പേരിരിക്കുന്ന ആ ഒരു സമൂഹ നോമ്പുതുറയുടെ ഒപ്പം ഇരുന്ന് നോമ്പ് തുറക്കാൻ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടാവും? അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് UAE-യുടെ സുപ്രീം ലീഡറായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ. സാധാരണക്കാരായ പ്രവാസികളുടെ കൂടെ എല്ലാ വർഷവും ഇതുപോലെ നോമ്പ് തുറക്കാൻ വരുന്നതൊക്കെ ഇതുപോലെയുള്ള കാഴ്ചകളാണ് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള പ്രവാസികളെ പലതും ഓർമ്മിപ്പിക്കുന്നതും അഭിമാനം കൊള്ളിക്കുന്നതൊക്കെ. നമ്മൾ എത്ര നല്ല രാജ്യത്തും രാജ്യഭരണാധികാരിയുടെ കീഴിലുമാണ് നമ്മൾ താമസിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ശരിക്കും ഒരു പ്രൗഡ് മൊമെന്റ് അല്ലേ? മഗ്രിബ് ആവാനായി ബാങ്ക് ഇപ്പോ കൊടുക്കും. UAE-യിലെ മോസ്റ്റ് വിസിറ്റഡ് ടൂറിസ്റ്റ് പ്ലേസ് ആയ ഷെയ്ഖ് സായദ് ഗ്രാൻഡ് മോസ്കിൽ UAE-യുടെ പാരമ്പര്യമായിട്ടുള്ള പീരങ്കി മുക്കിക്കൊണ്ടാണ് മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നത്. ഇതുപോലൊരു ബോക്സാണ് നമ്മൾ എല്ലാവർക്കും കിട്ടുന്നത്. ഇവിടെ വന്ന് നോമ്പ് തുറക്കുക എന്ന് പറയുന്നത് ഒരു ആവേശമാണ്. അതിൽ ബിരിയാണി, സാലഡ്, വെജിറ്റബിൾ കറി, പഴം, ആപ്പിൾ, ഡേറ്റ്സ്, വെള്ളം, ജ്യൂസ്, ലബനപ്പ്, ഇനി എന്ത് വേണമല്ലേ? 2011 മുതൽ തുടങ്ങിയ ഈ ഒരു ഇഫ്താറിൽ മസാലക്കൂട്ട് വളരെ കുറച്ച് വേവിച്ചതുമായിട്ടുള്ള മീറ്റ് തന്നെയാണ് ഇന്നും അവര് വിളമ്പുന്നതൊക്കെ. ഈത്തപ്പഴം പോലും എത്ര ക്വാളിറ്റി ഉള്ളതാന്ന് നോക്കിയേ. ഏകദേശം 1000 കിച്ചൺ സ്റ്റാഫാണ് ദിവസവും വർക്ക് ചെയ്യുന്നത്. അതിൽ പർച്ചേസിംഗും സ്റ്റോറേജും ഹൈജീനും സേഫ്റ്റി ഒക്കെ ഉൾപ്പെടും. അവസാനം ഇഫ്താറും മഗ്രിബ് നിസ്കാരം കഴിഞ്ഞു പോകുമ്പോൾ ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. അടുത്ത വർഷം ഇതേപോലെ കൂടാൻ കഴിയണേ. എല്ലാത്തിനും അൽഹംദുലില്ലാഹ്.